നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ഈ ചടങ്ങിന് വളരെ യാദൃച്ഛികമായ ചില മനോഹാരിതകൾ. അതിലൊന്ന്, കൃത്യം 132 വർഷങ്ങൾക്ക് മുമ്പാണ്, 1891 നമ്മളുടെ ഇന്നത്തെ പ്രിയപ്പെട്ട മുഖ്യാതിഥി ശിഹാബുദ്ദീൻ കൊയ്ത്തുംകടവിന്റെ തൊട്ടടുത്ത നാട്ടുകാരനായ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ എന്ന് പറയുന്ന വേങ്ങയിൽ ആദ്യത്തെ മലയാളത്തിലെ ചെറുകഥ രചിച്ചത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ആ കഥയുടെ പേര് യാദൃച്ഛികമായി ഇന്നിപ്പോൾ ഇവിടെ നമ്മൾ പ്രകാശനം ചെയ്ത സുഗന്ധക്കുപ്പിയുമായി അതിന്റെ പേരുമായി ബന്ധപ്പെടുന്നു എന്നുള്ളതാണ്. അതിന്റെ പേര് വാസന വികൃതി എന്നാണ്. സുഗന്ധക്കുപ്പികളിൽ നിന്നാണ് വാസന വരുന്നത്. അപ്പോൾ ഒന്ന്, ശിഹാബുദ്ദീന്റെ കൊയ്ത്തുംകടവിന്റെ തൊട്ടടുത്ത നാട്ടുകാരനാണ്, കണ്ണൂർക്കാരനാണ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ. മലയാള ചെറുകഥാ സാഹിത്യത്തിന് തുടക്കമിട്ടത് അദ്ദേഹമാണ് 132 വർഷങ്ങൾക്ക്. അതിനുശേഷം മലയാള സാഹിത്യത്തിൽ ഒരുപാട് എഴുത്തുകാർ സംഭവിച്ചിട്ടുണ്ട്. നമുക്കറിയാം, തകഴിയും ഉറൂബും ബഷീറും, അതിനുശേഷം കമലാസുരയും NS മാധവനും, അതുപോലെ പുതിയ തലമുറയിൽ ആ തലമുറ വന്ന് ടി പത്മനാഭനും ഒക്കെ വന്ന് അവസാനം അത് എത്തി നിൽക്കുന്നത് ശിഹാബുദ്ദീൻ കൊയ്ത്തുംകടവിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട സലീം നാലകത്തിലേക്കാണ് എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. 132 കൊല്ലക്കാലത്തെ മലയാള ചെറുകഥ സാഹിത്യം അനുസ്യൂതമായി, അവിരാമമായി, അനർഗളമായി, തട്ടും തടവുമില്ലാതെ അങ്ങനെ ഒരു ഒഴുകി വന്ന് ഇപ്പോൾ നമ്മുടെ ഈ പ്രിയപ്പെട്ട സുഗന്ധ കുപ്പികളിൽ മലയാള ചെറുകഥാ സാഹിത്യത്തിന്റെ എല്ലാ മനോഹാരിതകളും, എല്ലാ സൗരഭ്യവും, എല്ലാ സുഗന്ധവും ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട നേതാവ്, എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ സലീം സാഹിബ് നമ്മുടെ മുമ്പിലേക്ക് തന്നിരിക്കുകയാണ്. ഈ സുഗന്ധ കുപ്പികളിലെ നമ്മുടെ സുബൈർ ഇവിടെ പറഞ്ഞതുപോലെ ഈ സുഗന്ധ കുപ്പികളിലെ സൗരഭ്യം, സുഗന്ധം ആവോളം നുകരാൻ നമുക്കെല്ലാവർക്കും സൗകര്യമുണ്ടാവട്ടെ, സന്മനസ്സുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും സലീം സാഹിബിന്റെ സർഗസപര്യ, സാഹിതി സപര്യ ഇനിയും അങ്ങനെ അവിരാമം തുടർന്നു പോകട്ടെ. അദ്ദേഹം ഇനിയും ഒരുപാട് സൃഷ്ടികൾ നമുക്ക് നൽകുമാറാകട്ടെ. അതിന് അദ്ദേഹത്തിന് ദൈവം തമ്പുരാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ സംസാരിക്കുന്നില്ല. ഇന്നത്തെ ഈ ചടങ്ങിൽ സുദീർഘ സംസാരം എന്ന് പറയുന്നത് ഏറ്റവും അനുചിതമായ ഒരു കാര്യമാണ്. നമ്മുടെ പ്രിയപ്പെട്ട ശിഹാബുദ്ദീൻ കൊയ്ത്തുംകടവിനെ പറ്റി ഡോക്ടർ സമദ് സാഹിബ് വളരെ വിശദമായിട്ട് തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരുപാട് സംസാരങ്ങളിൽ നടക്കാനുണ്ട്. ഈ ചടങ്ങിന് നമ്മുടെ പ്രിയപ്പെട്ട സമീക്ഷയുടെ സഹപ്രവർത്തകർ സംഘടിപ്പിച്ച മനോഹരമായ, ഹൃദ്യമായ ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേരുകയും അഭിവാദ്യങ്ങൾ നേരുകയും അവരുടെ സമീക്ഷയുടെ ഭാവിയിലുള്ള എല്ലാ പരിപാടികൾക്കും പരിപൂർണമായ പിന്തുണ അറിയിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.